കൊടുക്കാനുള്ള മടി കൈ പിടിച്ചെടുക്കാനുള്ള മടി കൊണ്ട് 2 ബ്ലോഗർമാരിവിടെ പറയണ്ടേ ഉത്തരക്കല്ല് എന്നിട്ട് ഇതൊക്കെ ഇപ്പൊ കവറിലാക്കി കൊടുക്കാൻ പറഞ്ഞു. ഹലോ, എന്റെ ബാഗ് വെക്കാൻ ബാക്കില് ജിത്തുബായുണ്ട്. അപ്പോൾ നമ്മള് ഇന്ന് ഒരു കുഞ്ഞി ട്രിപ്പ് പോവാണ്, നമ്മളെ മൂന്നാർ വാഗമൺ. അപ്പൊ നമ്മള് എല്ലാരും കൂടിയാണ് പോണത്. അപ്പൊ ഞാൻ ഉണ്ട്, സായി ഉണ്ട്, പ്രഭി ഉണ്ട്, ജിത്തുബായി ഉണ്ട്. നമ്മളെല്ലാരും കൂടി ഒരു കുഞ്ഞി ട്രിപ്പ് പോവാണ്. ഇന്നിപ്പോ ബുധനാഴ്ചയായി. അപ്പൊ നല്ല വൈബായിട്ട് നമ്മൾ പോയിട്ട് വരട്ടെ. അപ്പോൾ ജിത്തുബായിനെ കേട്ടാ നിൽക്കാണ്, ഇവിടെ സ്ഥലമില്ല എന്ന് പറയുന്നുണ്ട് ബാക്കില്. അപ്പോൾ കുറച്ച് വെളിച്ചം വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇതാ നമ്മുടെ ആൾക്കാരെല്ലാവരും കറക്റ്റ് കണ്ടോളി. നമ്മൾ രാവിലെ പകലായി. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. ഉറക്കം ഇന്നലെ ആകെ 2-3 മണിക്കൂറാണ് ഉറങ്ങിയത്. പകലായി. അപ്പോൾ നമ്മള് കോട്ടയ്ക്കൽ വഴിയാണ് വെളിച്ചം വന്നു. കോട്ടയ്ക്കൽ വഴിയാണ് പോണത്. അപ്പോൾ നേരെ മൂന്നാറിലേക്ക് വെച്ച് പിടിക്കണം. അപ്പോൾ നമ്മുടെ ഇനി ബാക്കി നമ്മുടെ പ്രഭി ദ മാസ്റ്റർ വാണ്ടർലസ്റ്റിനെ കാണിച്ചു കേട്ടോ. ആയിട്ടില്ല, പ്രഭി ദ വാണ്ടർലസ്റ്റ്. ഇവിടെ പിന്നെ സായി പിന്നെ പുറത്ത് ജലദോഷം പിടിച്ച് തുമ്മിയിരിക്കുകയാണ് അല്ലേ. ഞങ്ങൾക്ക് ഈ യാത്രയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആധികാരികമായി എന്താ പറയാനുള്ളത്? ഈ യാത്രയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് ഒരു നല്ലൊരു യാത്ര. ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് യാത്ര എന്നാണ് ഈ യാത്ര ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നമ്മള് ഫുഡ് കഴിക്കണം. ട്രെയിനോ? അപ്പൊ നമ്മള് ഹൈവേ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ കുറ്റിപ്പുറത്തെത്തി. കുറ്റിപ്പുറത്ത് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാ ആര്യഭവൻ. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ ആര്യഭവനിൽ എത്തുന്നുണ്ട്. അപ്പൊ ഞാൻ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. ഇത് ഇഡ്ഡലി ഓർഡർ ചെയ്തത്. ഇവിടെ എല്ലാവരും വ്ളോഗേഴ്സ് ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ആരും ഫസ്റ്റ് ഇടുന്നുള്ള അടിയോ ഊരി കുറച്ച് കഴിഞ്ഞാല് ഇവിടെ ഇഡ്ഡലി വന്നിട്ടുണ്ട്. ഞാൻ 2 ഇഡ്ഡലി ഒരു വടയാണ് വന്നിട്ട് ജിത്തുബായിക്ക് വന്നിട്ട്. നമ്മളെല്ലാവരും വ്ളോഗേഴ്സ് ആയതുകൊണ്ട് എന്തൊക്കെ ആയതൊക്കെ എന്താ ചെയ്യേണ്ടത് അറിയില്ല. ഓരോ സാധനത്തിൽ ഓരോന്ന് കിട്ടും. എന്തായാലും പറയും മൈൻഡ് എടുത്തില്ല. നല്ല ടേസ്റ്റ്. ഇവിടെ പൂരി വന്നിട്ട്. അപ്പൊ ഞാൻ ഇനി എന്റെ വീഡിയോയിലൊന്നും പറയണ്ട, വ്ളോഗ് പറയണ്ട്. ഇവിടുത്തെ വടയില് ഇത് കുറവാണ്, 800 രൂപ. ഫ്രഷ് സാമ്പാറാണ്. കഴിച്ചിട്ടും ഒന്നും നിർത്താതെ സാധനം കണ്ടപ്പോ കൊതി പിടിച്ചിട്ടൊരു തേങ്ങ മിഠായി പിടിച്ചു. ഷുഗറില്ലേ? ടേസ്റ്റ് ഉണ്ടോ? ശർക്കര ടേസ്റ്റില്ലേ? ആണോ? എന്നാ വേണ്ട, ഞാൻ കഴിക്കണില്ല. അപ്പൊ നമ്മളിവിടുത്തെ ഫുഡ് കഴിച്ചു. നമ്മള് ഫുഡൊക്കെ കഴിച്ചു. ഇനി മെല്ലെ ഇറങ്ങട്ടെ. ഇപ്പോൾ സമയം 7:15 കഴിഞ്ഞു. നേരെ തൃശ്ശൂർക്ക് എത്തും. 8:15 8:30 തൃശ്ശൂർ എത്തുമെന്ന് പറഞ്ഞു. കുറച്ച് ചായ കുടിക്കാനൊന്നും പറയണില്ല. നമ്മളെന്തെങ്കിലും ചെറിയ കടികളുണ്ട്, ചെറിയ കടികൾ. അപ്പോൾ നമ്മൾ ചെറുകുന്നാണ് കഴിക്കിയത്. ഗോതമ്പ് എത്രയും കുറച്ച് മുന്നേ ഫുഡ് കഴിക്കാം. സായി പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു
ഒരു കട്ട്ലറ്റ് കഴിക്കുന്നത്. ലവ് ഷേപ്പിലുള്ളൊരു കട്ട്ലറ്റാണ്. ലവ് സ്നേഹം മാത്രം. ഇതിലേറ്റവും ചൂടില്ലാത്തതും ഇതിലേറ്റവും ഉണങ്ങിയതുമായിട്ടുള്ള സാധനങ്ങളാണ്. മനസ്സിലായി. രണ്ട് ചിക്കനാണ്. ഇവിടെ വീഡിയോ ഒന്നും എടുത്തു കൊടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടും സെൽഫായിട്ട് വീഡിയോ എടുക്കാനുള്ള മടി, കൈ പിടിച്ചെടുക്കാനുള്ള മടി കൊണ്ടും 2 ബ്ലോഗർമാർ ഇവിടെ ക്യാമറ വെച്ച് സ്റ്റാൻഡ് കൊണ്ട് വെച്ച് ഞാനത് ആദ്യം റെക്കോർഡ് ആക്കി. ഇവിടെ 2 ഇതും കിട്ടുന്ന സൗണ്ടൊന്നും കേൾക്കണ്ടാവില്ല. അപ്പോൾ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു, ചെറിയൊരു കടിയൊക്കെ കഴിച്ചത്. അവിടെ സായി ഒരു സ്ഥലത്ത് നിർത്തിയിരുന്നു. മുളയരി പായസം, അച്ചാർ എന്നൊക്കെ കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയോ വാങ്ങണമെന്ന് പോയി നോക്കട്ടെ. അച്ചാർ വാങ്ങിയിട്ട് ഒരു കവറിലിട്ട് തരാം. പൈസ കവറിലാക്കി കൊടുക്കാൻ തുടങ്ങി. അയാളാ കവർ എടുത്തിട്ടേ മൂത്രക്കല്ല് വരുന്നുണ്ട്. അപ്പോൾ മൂത്രക്കല്ലിനുള്ള മരുന്നാണ് അത് പറയണ്ടേ. മൂത്രക്കല്ല് എന്നിട്ട് ഇതൊക്കെ ഇപ്പോൾ കവറിലാക്കി കൊടുക്കാൻ തുടങ്ങി. ഇവരിൻ്റെ ഒരു നോട്ടം അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ബ്ലോഗറാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചേർപ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ്. അവിടെ നല്ല അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്. നല്ല പ്രകൃതി രമണീയത നിറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഫുള്ള് മറ്റേ ഇവിടുന്ന് ആരൊക്കെയാണ് ഇറങ്ങി വരുന്നു. കാട്ടാളം അവിടുന്ന് ആരും വരുന്നുണ്ട്. കാട്ടാളന്മാര് വരുന്നത്. ഇവിടെ വലിയൊരു കൊക്ക. ഓടി പിന്നിട്ട് ചാടും. നമ്മള് ഫുഡ് കഴിക്കാൻ എത്തി, സ്പോട്ടിലെത്തി അല്ലേ. സാധാരണ ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങൾ ഹെന്ന റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ജന്ന റെസ്റ്റോറന്റ് ഒരു റെസ്റ്റോറന്റ് ജന്ന റെസ്റ്റോറന്റിലേക്ക് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചത്. അതൊരാൾ പറഞ്ഞു തന്നിട്ട്. പക്ഷെ ഞങ്ങൾ പോണ വഴിക്ക് ഒരു ഫുഡി ഹെവൻ ഇത് കണ്ടപ്പോൾ അതാ ഫുഡി ഹെവൻ കണ്ടപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. സമയം 1 മണിയായി. ഇനി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മളിന്ന് കയറിയ ഹോട്ടലിൽ ഇപ്പോൾ ഇതാ ഫുഡ്. ഇതാണ് ഫുഡ്. ഞങ്ങൾ മീൽസാണ് ഓർഡർ ചെയ്ത്. അതെ, എന്താണ് മീൽസ്? പായസം നല്ലതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് വന്നിട്ടുണ്ട്, മോരുകറി, സാമ്പാർ.
നമ്മളിപ്പോ എത്തുന്നതിന് മുന്നേ ചെറിയൊരു ചായ കുടിക്ക് വന്നതാണ്. ചായ കുടിക്ക് വന്നാണ്. ഇയാളെ ഞാൻ ഓർമ്മിപ്പിച്ചു ഈ വ്ളോഗ്. ചായ കുടിക്കട്ടെ. കസൻഡ്ര റെസ്റ്റോറന്റ്. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയത് എന്താന്ന് വെച്ചാല് വണ്ടി മുന്നിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ജിത്തുഭായി പറഞ്ഞു അവിടെ ചായ 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 എന്ന് പറഞ്ഞു. അവിടെ തന്നെ കയറിയാൽ ഇയാൾക്ക് ചായ കുടിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. പിന്നെ സായി പിന്നെ ജിത്തുഭായി അതിന്റെ അപ്പുറം പോയില്ല. സായി പറഞ്ഞു സായി അതേറ്റ് പിടിച്ചു വണ്ടി തിരിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. തിരിച്ചു പോയപ്പോ എന്തായി? ചായ എല്ലാം ക്ലോസ് ആയി. ചായ മൂഞ്ചി. ഇതാ പക്ഷെ ഞങ്ങൾക്ക് അതിൽ സന്തോഷമുള്ളൂ. ഞങ്ങളെ സ്നേഹം ആഗ്രഹിച്ച പോലെ നടന്നു. ഞങ്ങൾ സ്നേഹം അവിടെ കയറിയെടുത്ത് തന്നപ്പോ ഞങ്ങൾ മനസ്സോട് ശരിക്കും ആഗ്രഹിച്ചിരുന്നു തുറക്കരുതെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ കേൾക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായി? സ്പാ മസാജ് നോക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇയാള്. അപ്പൊ ഞങ്ങള് റിസോർട്ട് പോകും. ഇയാളെ ഞങ്ങള് കൊണ്ടുപോകുന്നത് തായ്ലാൻഡ് പോയി. അതിന്റെ ശേഷം ഞാൻ എവിടെ സ്പാ നോക്കിയാണ് ഇയാൾക്ക്. അപ്പൊ നമ്മള് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഈഡൻ വുഡ്സ് റിസോർട്ട് ആൻഡ് സ്പാ, ആയുർ വെൽനസ് സ്പാ. അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഒക്കെ അപ്പോൾ നമുക്കങ്ങനെ വെൽക്കം കിട്ടിയിട്ടുണ്ട്. മാലുണ്ട്, ചന്ദനക്കുരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ റിസോർട്ടിൻ്റെ അടുത്തെത്തി. നമുക്ക് വെൽക്കമിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ റിസോർട്ടിൻ്റെ അടുത്തുള്ള വ്യൂ. കയറാൻ പോകണുള്ളൂ. അപ്പോൾ റിസോർട്ട് ആൻഡ് സ്പാ ആണ്. ഒരു സ്പാ ഉണ്ട്. ഈഡൻ വുഡ്സ് റിസോർട്ട് ആൻഡ് സ്പാ ആണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പള്ളിവാസലിലുള്ള ഈഡൻ വുഡ്സ് റിസോർട്ട് ആൻഡ് സ്പാ ആണ്. ഞാൻ കണ്ടില്ല. അപ്പൊ നമ്മളിവിടെ ഞാൻ പറയട്ടെ. അപ്പൊ നമ്മള് എത്തിയിരിക്കുന്നത് പള്ളിവാസലിലുള്ള ഈഡൻ വുഡ്സ് റിസോർട്ട് ആൻഡ് സ്പാലാണ്. അപ്പൊ നമുക്ക് നമ്മളെ സ്വീകരിച്ചിട്ടുണ്ട്. മാലിയും ചന്ദ്രക്കുണ്ട്. ഞാനും ജിത്തുഭായി മാത്രം സ്വീകരിച്ചിട്ടുള്ളൂ. സായും ബ്രെഡൊന്നും മേടിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് ശൈലി വേറെ കാര്യമുണ്ട്. ജിത്തുഭായി വേറെ കാര്യമുണ്ട്. അപ്പൊ നമ്മള് സ്ഥലമാണ് ഇവിടെ. അതാ അത് കബഡി. പിന്നെ പേരെന്താ അറിയില്ല. അത് കബഡി കബഡി. ആര് അപ്പൊ നമ്മള് ഇവിടെ എത്തി. നമുക്ക് അവിടെ പോയി കയറി മോളിൽ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. കസേരയിൽ അങ്ങനെ പോകാൻ എനിക്കറിയില്ല. കസേര ഇട്ടോടെ സിപ്പ് ലൈനാണ് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രൈവറ്റ് പൂൾ ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള പ്രൈവറ്റ്. ജിത്തുഭായി പറഞ്ഞു ജിത്തുഭായിയുടെ പൂളാൻ പറഞ്ഞാൽ കല്ലിക്കിട്ടില്ല. ബാക്കി വിശേഷങ്ങളാണ് പ്ലേയേഴ്സിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ആണിത്. അപ്പൊ നമ്മള് എന്താ കേടി നമ്മള് കിട്ടുള്ളൂ.
ഇവിടെ നല്ല അടിപൊളി നല്ല അടിപൊളി നാച്ചുറൽ വെള്ളച്ചാട്ടം. ജിത്തുവായിട്ട് പൂള്, ജിത്തുവായിട്ട് പൂളത് നാച്ചുറൽ പോണ്ടാണ് ചാടുന്നാണ് ഇപ്പോഴേ പറഞ്ഞത്. ചാടിന്റെ ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒന്നുമില്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളെ ഇൻഡിപെൻഡന്റ് അപ്പോൾ നമ്മുടെ റൂമിൻ്റെ 201 സെറനിറ്റി സ്പ്രിങ്സ് അതൊക്കെ ഉള്ളൂ. റൂമിൽ തന്നെ കാണിക്കാം. ഈ ഏരിയ ഉണ്ട്, അവിടെ മിനി ബാറുണ്ട്. അത് ഞാൻ അങ്ങോട്ട് പോകാം. ഇവിടുന്ന് ഇപ്പുറത്തേക്ക് ബെഡ്റൂം, അതിൽ അടിപൊളി ബെഡ്റൂമുണ്ട്. നല്ല സ്മെല്ലുണ്ട്. ഇവിടെ വാഷിംഗ് ഏരിയ, നമ്മുടെ ബാത്റൂം ഏരിയ നല്ല സൂപ്പർ ഒരു ക്ലീനായിട്ടുള്ള അടിപൊളിയാണ്. ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലം. നമ്മുടെ ജക്കൂസി നമ്മുടെ ജക്കൂസി ഏരിയ. ജക്കൂസി ഉണ്ട്. ഇത് ഞാൻ തകർക്കും ജക്കൂസി. അമ്മി അങ്ങോട്ട് പോകാം. ഞാനെന്തിനാ ഈ സാധനം തൂങ്ങി പിടിച്ച് വെക്കുന്നത്? ഇവിടെ ചെറിയൊരു സ്പേസ്, ഗ്ലാസ് ഉണ്ട്. തൊട്ടപ്പുറത്ത് വരെ വില്ല തോന്നും. ഇങ്ങനെ അവിടെ നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ കുറേ കാഷ്യൂസ്, അത് ഇത് പിസ്താച്ചിയോ എല്ലാം സാധനങ്ങളുണ്ട്. ബിസ്ക്കറ്റ് ഉണ്ട്. ചായ കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇയാൾ എടുക്കും. പക്ഷെ അപ്പോൾ നമ്മള് റൂം വിശദമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണിക്കാണ്. അപ്പൊ ഇതാണ് ഞങ്ങളെ റൂം. എന്താ അടിപൊളി സൂപ്പർ റൂമാണ്. നല്ല കൽപ്പറ്റൊക്കെ വെച്ചിട്ട് ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. പിന്നെ ഇവിടെ റൂമുണ്ട്. റൂമിന്റെ പുറത്ത് നല്ലൊരു സാധനം, അത് കാണിക്കാനാണ് ഞാൻ വന്നത്. ജക്കൂസി. ജക്കൂസി ഇവിടെ അല്ലടോ. ഇത് നല്ല അടിപൊളി വ്യൂ ആയിട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, പ്രകൃതി രമണീയത എന്ന് പറഞ്ഞ സ്ഥലമായിട്ട് പോയി. അത് വെള്ളച്ചാട്ടവും മറ്റേ നീരൊഴുക്കൊക്കെ ഉള്ള സ്ഥലം. പിന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, സ്പേസ് ഉണ്ട്, ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് വേറെ റൂമാണ്. എന്തായാലും ഇവിടെ ആരും ഇല്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ. അവിടെ നിറച്ചും കുറേ വില്ലകളുണ്ട് ഇപ്പുറത്ത്. അപ്പോൾ നമ്മളെ റൂമിൽ നിന്ന് നമ്മൾ കാണിച്ചപ്പോൾ ഇത് വാഷ്റൂമാണ്. ഇപ്പുറത്ത് നമ്മുടെ ജക്കൂസി ഉണ്ട്. ജക്കൂസിൽ ഇവർ അടിച്ചു മാറ്റിയോ? വെള്ളം തെറിക്കും വെള്ളയ്യോ? കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ നേരത്തെ സായിനോട്. അത് സായി ഇല്ലേ കുഴപ്പമില്ല ഉറങ്ങിയിട്ടൊക്കെ ഇല്ല പോകുന്ന വെച്ചപ്പോ എന്താ സായി പേര് സായിനോട് റെസ്റ്റ് എടുത്തിട്ട് പോയിരുന്നു തന്നെ നല്ലത്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ നമ്മൾ പുറത്ത് പോവാണ് സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് നല്ല ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. നല്ല അടിപൊളി വൈബാണ്. ഞാൻ പിന്നെ സ്വെറ്ററും തണുപ്പുള്ള സാധനങ്ങളൊന്നും ഇട്ടില്ല, കാരണം ഇവിടെ ഭയങ്കര ചൂടുള്ള സമയമാണല്ലോ. അപ്പോൾ പിന്നെ ചൂടുള്ള സമയത്ത് പിന്നെ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ഞാൻ അങ്ങനത്തെ ഇട്ടില്ല. പക്ഷേ ചെറിയ നനവും ചെറിയൊരു തണുപ്പും നല്ല കുളിര്, നല്ല അടിപൊളി കുളിരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസവും. അപ്പോൾ എന്തായാലും നോക്കട്ടെ ഇവിടെ എങ്ങനെ ഉണ്ടാവും രാത്രി. കോടയൊക്കെ ഇറങ്ങുന്നൊക്കെയാണ് സായി പറഞ്ഞത്. പക്ഷെ നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു ഷോൾ എടുത്താണ്. ക്ലീൻ ആക്കോ. നമ്മുടെ റൂം അങ്ങനെ തന്നെയാണ്. അത് രാജസ്ഥാൻ ഭയങ്കര രസമാണ്. ഇയാള് കുടുങ്ങി തല കുടുങ്ങി കിടക്കുന്നു. മൊബൈലൊന്നാ അപ്പോൾ നമ്മള് ഒരു 3 കൊല്ലം മുന്നേ നമ്മള് മൂന്നാർ വന്നിട്ടുണ്ടായിരുന്നു.
ആ സമയത്ത് പോയ വഴിയാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ഓർമ്മകളുണ്ട്. നമ്മളൊരു സ്ഥിരമായിട്ട് ഒരു അരുവീൻ്റെ അടുത്തൊക്കെ പോയിട്ട് കുറേ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂട്ടിക്ക് ഇപ്പോൾ ഞങ്ങൾ പോണത്. അതിൻ്റെ മുന്നേ നമ്മൾ ചായ കുടിക്കട്ടെ. ചെറിയൊരു ചായക്കടുണ്ട്. നല്ല തണുപ്പുണ്ടല്ലേ, രസമുള്ള തണുപ്പ് അല്ലേ. നമ്മളിവിടെ ഫോട്ടോ ഷൂട്ടിന് നിൽക്കുകയാണ്. ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് വ്യൂ ഒക്കെ ഉണ്ട്, നല്ല രസമായിട്ടുള്ള വ്യൂ ഒക്കെ ഉണ്ട്. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇനി റീലൊക്കെ ഒന്ന് എടുക്കണം, കുറച്ച് കാര്യമായിട്ട് നോക്കട്ടെ. ഇവിടെ വേറെ വണ്ടികളൊക്കെ വന്ന് നിർത്തിയിട്ടുണ്ട് റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചായ വന്നിട്ടുണ്ട്, ഇനി ചായ പോയി കുടിക്കട്ടെ. എന്തെങ്കിലും ചൂട് തണുപ്പ് നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, പക്ഷേ ഓവർ തണുപ്പില്ല, രസമുള്ള തണുപ്പാണ്. അപ്പോൾ ചായ വന്നിട്ടുണ്ട്, എനിക്ക് ജിത്ത് പോയി ചായ കൊണ്ടുതരുന്നുണ്ട്. യെസ് സർ, ഇത് കൊണ്ടുവരാറില്ലല്ലേ. എന്താ നമുക്ക് ചായ കൊണ്ടുവന്നിട്ട് ചൂട്. നമ്മളിവിടെ കാര്യമായിട്ട് ഷൂട്ടാണ്. ഇവിടെ പുറത്ത് ഭയങ്കര ഹൈറ്റുള്ള സ്ഥലമാണ്. അവിടെ നല്ല പേടിയുണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്, പക്ഷെ നല്ല മഞ്ഞിൻ്റെ നല്ല അടിപൊളി വ്യൂ ഉണ്ട്. രസമായിട്ട് അവള് കഴിക്കുന്നല്ലേ. ഡയറ്റ് ആ ഹലോ നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ഒരു വ്യൂ ആണ്. സൂര്യൻ അസ്തമിക്കാൻ പോവാണ് നല്ല മലനിരകളുടെ ഇടയിലൂടെ. നല്ല അടിപൊളി വ്യൂ ആയിട്ട് ചിലര് ചില ആളുകൾ ഇപ്പൊ നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ സ്നേഹിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തരണം. അപ്പോൾ എടാ എനിക്ക് വീഡിയോ എടുത്തരാം, നിങ്ങൾക്ക് എത്ര വീഡിയോ ഇങ്ങോട്ട് എടുത്തരാം, എങ്ങനത്തെ വീഡിയോ ഞാൻ എടുത്തരാം. ഇവിടെ കാര്യമായിട്ടുള്ള വീഡിയോ റീൽ എടുത്തോണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിന് വേണ്ടി. നല്ല ബാക്ക്ഗ്രൗണ്ട് വ്യൂ ഉണ്ട്, അതുകൊണ്ട് നിർത്തിയെടുക്കുകയാണ്. ഇങ്ങനെ രണ്ടാളും ഒരു പരിചയമില്ലാതെ ആ വീഡിയോണ്. ആ നമ്മൾ മഷ്റൂം കഴിക്കുകയാണ്. അതിന് മുന്നേ നമ്മൾ മസാലപ്പൊരി കഴിച്ചു വിടുന്നത്. നെക്സ്റ്റ് സാധനം മുകളിലോടി ബജി, മുളക് ബജി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നറാണിത്. ഫിഷ് കറി, അലപ്പി ഫിഷ് കറി, ചിക്കൻ ടിക്ക മസാല, ചിക്കൻ 65, സാലഡ്, വെജ് മാംഗോ കറി, കടായി പനീർ, വെജ് ഹന്തി, ദാല്, സ്റ്റീംഡ് റൈസ്, ഹണി ചില്ലി പൊട്ടറ്റോ, സാലഡുകൾ, തായ്ത്ത, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. യെസ്. ഞാനിപ്പോൾ അതാണ് കഴിക്കുന്നത്. കേർഡ് റൈസ്, ചിക്കൻ്റെ പുലാവ്. നമ്മുടെ നൈറ്റ് വ്യൂ ആണിത്. ഷുഗർ ഡയറ്റാന്നൊക്കെ പറയും. എന്നാലും ഞാനൊരു സേമിയ പായസം വാങ്ങി കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു, ഡിന്നർ. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഇതാ റിസോർട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ദൂരെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് ഇങ്ങനെയാണ്, നല്ല രസമുണ്ട്. ലൈറ്റ് കുറച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ. പായസം കുടിക്കുകയാണ്, സേമിയ പായസമാണ് കേട്ടോ. അറിയുണ്ടോ? ഇത് ഭയങ്കര കൊഴുത്ത്, നല്ല യമ്മി, നല്ല രസമുണ്ട്. ഭയങ്കര നെയ്യുണ്ട്, നല്ല കൊഴുത്തിരിക്കട്ടെ. ഷുഗർ ഡയറ്റാണ്. എന്നിട്ട് ഞാൻ കഴിക്കുന്നത്. അത് പായസം എടുത്ത്
വേറെ കൊടുക്കില്ല. ഐസ്ക്രീം ഉണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ടാണെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടോ? ആ, അപ്പോൾ ഇതിനി ആസ്വദിക്കട്ടെ കേട്ടോ. അപ്പൊ ഇവര് ടാറ്റ ബൈ ബൈ പറയാണ്, ഇത്തുബായും പ്രവീയും കൂടി ബൈ. അയ്യോ ഭൂതം. ഇത് കൂട്ടിയില്ല.